ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. ഞാനിപ്പോൾ നിൽക്കുന്നത് മനാമയിലുള്ള ലുലു മോളിൻ്റെ അടുത്താണ് കേട്ടോ. മോനൊരു കുഞ്ഞ് സർപ്രൈസ് ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ വന്നത്. നമ്മുടെ നാട്ടിലെ വൈമാളിൻ്റെ അത്രയ്ക്കൊന്നും വലിപ്പം ഇതിനുള്ളതായിട്ട് എനിക്ക് ഒറ്റ നോട്ടത്തിൽ തോന്നുന്നില്ല കേട്ടോ. ഇനി ഉള്ളി കയറിയിട്ട് എങ്ങനെയാണെന്ന് പറയാം. ഈ ലുലു മാളൊക്കെ പോലെ തന്നെ നമ്മുടെ യൂസഫ് അലിഖാൻ്റെ തന്നെയാണ് കേട്ടോ വൈമാളും. വൈമാളിനെ കുറിച്ച് കേട്ടിട്ടുള്ളവർ കമൻ്റ് ഇട്ടോളൂ കേട്ടോ. തൃശ്ശൂരിലെ തൃപ്രയാർ എന്ന് പറഞ്ഞ സ്ഥലത്താണ് വൈമാൾ സ്ഥിതി ചെയ്യുന്നത്. നമ്മുടെ യൂസഫ് അലിഖാൻ്റെ നാട് തന്നെയാണ് കേട്ടോ തൃപ്രയാറിനടുത്ത് നാട്ടികയിൽ. അപ്പം ഞാൻ എൻ്റെ +2 വിദ്യാഭ്യാസം കഴിഞ്ഞതും ഡിഗ്രി കഴിഞ്ഞതും ഒക്കെ നാട്ടികയിലാണ്. ഡിഗ്രി പഠിച്ചത് നാട്ടിക SM കോളേജിലായിരുന്നു. അതുപോലെ +2 നാട്ടിക ഫിഷറീസ് ഹയർ സെക്കൻഡറി സ്കൂളിലായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ സ്കൂളിലേക്ക് പോകുന്ന വഴിയാണ് യൂസഫ് അലിഖാൻ്റെ വീടായിരുന്നത്. സ്കൂൾ ബസ് അദ്ദേഹത്തിൻ്റെ വീടിൻ്റെ ഫ്രണ്ടിലൂടെ പാസ് ചെയ്യുമ്പോഴേ പിള്ളേരൊക്കെ ഉറക്കെ വിളിച്ചു പോകും കേട്ടോ, അതേ യൂസഫ് അലിഖാൻ്റെ വീടെന്നും പറഞ്ഞിട്ട്. അപ്പം ഞങ്ങൾ നോക്കുമ്പോൾ ഉണ്ടല്ലോ കൊട്ടാരം പോലത്തെ വലിയൊരു വീട്. പിന്നെ വീടിൻ്റെ ഫ്രണ്ടിൽ, അതായത് ഗേറ്റിന് മുന്നിലായിട്ട് നീണ്ട ക്യൂ കാണാം കേട്ടോ. ജോലിയുടെ ഇൻ്റർവ്യൂവിനായിട്ട് പല ദൂരസ്ഥലങ്ങളിൽ നിന്നും ആൾക്കാർ വന്നിട്ട് ക്യൂ നിൽക്കുന്നതാണ്. ചിലപ്പോൾ ആ ക്യൂവിൻ്റെ നീളം 1 കിലോമീറ്ററും 2 കിലോമീറ്ററും ഒക്കെ ഉണ്ടാവും. നാട്ടിക എന്ന് പറയുന്ന കുഞ്ഞൊരു സ്ഥലത്തിൻ്റെ പേര് എന്താ പറയുക, ലോകത്തിന് മുന്നിൽ വാനോളം ഉയർത്തിയത് അദ്ദേഹം ഒരാളാണെന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് കേട്ടോ. പിന്നെ തൊഴിലില്ലായ്മ ഇന്നത്തെ കാലത്ത് വളരെ രൂക്ഷമായിട്ടുള്ള ഒരു കാര്യമാണല്ലേ. അപ്പോൾ അദ്ദേഹം എന്തോരം പേർക്കാണ് തൊഴിൽ കൊടുക്കണത്. പിന്നെ വേറൊരു കാര്യം പറയട്ടെ, അദ്ദേഹം പഠിച്ചത് കരാഞ്ചിറ സെൻറ്റ് സേവിയേഴ്സ് സ്കൂളിലാണെന്നാണ് എൻ്റെ ഒരു കേൾവി. അപ്പോൾ എൻ്റെ BEd പഠനകാലത്ത് BEdൻ്റെ അവസാന സമയത്ത് നമ്മളൊരു സ്കൂളിൽ പോയിട്ട് കുട്ടികൾക്ക് ക്ലാസ് എടുക്കണം. അപ്പോൾ അദ്ദേഹം പഠിച്ച ആ സ്കൂളിൽ തന്നെയായിരുന്നു കേട്ടോ എനിക്കൊരു 2 മാസത്തോളം ട്രെയിനിങ് ഉണ്ടായിരുന്നത്. അങ്ങനെ പറഞ്ഞ് കാട് കയറിയ നിങ്ങൾക്ക് ബോറടിച്ചോ? അപ്പോൾ നമ്മൾ മേടിക്കാൻ വന്ന സാധനം ഇതാണ് കേട്ടോ. എങ്ങനെയുണ്ട്? എന്നിട്ടാന്നത് മോന് ഇവിടെ വന്നേ പിന്നെ ഈ ഫ്ലാറ്റ് ലൈഫായിട്ട് അഡ്ജസ്റ്റ് ആവാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടായിരുന്നു കേട്ടോ. കാരണം അവന് നാട്ടിൽ നിറയെ കളിപ്പാട്ടങ്ങളും കൂട്ടുകാരും ഒക്കെ ഉണ്ടായിരുന്നു. ഇവിടെ വന്നപ്പോൾ പിന്നെ നേരം ഫോണിൽ തന്നെയായി. അപ്പോൾ ഫോണിൽ നിന്ന് ശ്രദ്ധ തിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മളിങ്ങനൊരു ഗിഫ്റ്റ് മേടിച്ചു കൊടുക്കാമെന്ന് പ്ലാൻ ചെയ്തത്. എൻ്റെ ഫ്രണ്ടിൻ്റെ കുട്ടിക്ക് ഒരു അനുഭവം ഉണ്ടായിട്ടോ. ആ കുട്ടി ചെറുതിലേ സംസാരിച്ചിരുന്നതാണ്, പക്ഷേ കുറച്ച് കാലം കഴിഞ്ഞപ്പോൾ കുട്ടി സംസാരിക്കാണ്ടായി. അതിന് കാരണം വേറെ ഒന്നുമല്ല, അമിതമായിട്ടുള്ള ഈ ഫോൺ ഉപയോഗം തന്നെയാണ്. ചിലപ്പോൾ നമ്മൾ അമ്മമാർ വീട്ടുപണി വേഗത്തിൽ കഴിക്കാൻ വേണ്ടിയിട്ടും കുട്ടികളെ അടക്കിയിരുത്താൻ വേണ്ടിയിട്ടും ഫോണ് കൊടുക്കാറുണ്ട്. പക്ഷെ ആ കുറച്ച് നേരത്തെ നമ്മുടെ അശ്രദ്ധ മൂലം ജീവിതകാലം മുഴുവൻ നമ്മൾ വിഷമിക്കേണ്ട ഒരു അവസ്ഥ ഉണ്ടാവും. ഫോൺ അമിതമായി കാണുന്ന കുട്ടികളിൽ അവരുടെ ആ ഡെവലപ്മെൻ്റൽ സ്റ്റേജിൽ അവർ കുറച്ചൊന്ന് പുറകിലോട്ട് പോകും. അതായത് അവരുടെ വളർച്ച, സംസാരശേഷി ഇവയൊക്കെ എന്താ പറയുക പിന്നിലേക്കാവും. അപ്പോൾ ഈ അനുഭവം ഒക്കെ അറിഞ്ഞു വെച്ചിട്ട് നമ്മൾ വീണ്ടും ഫോൺ അധികം കാണിക്കരുതല്ലോ കുട്ടിക്ക്. അങ്ങനെ നമ്മൾ വീട്ടിലെത്തിയിട്ട് സ്കിഡ് ഫ്യൂഷൻ അൺബോക്സിങ് ചെയ്യാണ് കേട്ടോ. അപ്പോൾ സംഭവം എന്തായാലും മോന് ഭയങ്കര ഇഷ്ടമായി കേട്ടോ. പിന്നെ അതുമ്മലായി അവൻ്റെ കളി മുഴുവനും. അപ്പോൾ ഇന്നത്തെ ഈ കുഞ്ഞു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. എൻ്റെ അനുഭവങ്ങളും വിശേഷങ്ങളും എല്ലാം ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ കമൻ്റ് ഇടാനും ലൈക്ക് അടിക്കാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. താങ്ക് യു ഫോർ വാച്ചിങ്.